കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് എവ്രി വൺ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ ഫോക്കസ് 5.0 സീരീസിലെ ഇഗ്നോന്റെ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും. യൂഷ്വലി കോമൺ ആയിട്ട് വരുന്ന പേപ്പറാണ് BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഗൈഡ് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ December 2025 എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ സ്റ്റഡീസിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അതായത് എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനെ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടും അതേപോലെ എക്സാം ഓറിയന്റഡ് ആയിട്ടും അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇഗ്നോയിന്റെ പ്രീവിയസ് ഇയറിലെ പല പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഗൈഡിലൂടെ നിങ്ങൾക്ക് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ഒരു ഗൈഡ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും തന്നെ ഒരു മോട്ടിവേഷനും കോൺഫിഡൻസും എല്ലാം തന്നെ ഈ ഒരു ഗൈഡിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിലെ ഏതൊക്കെ ടോപ്പിക്സുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്, അതിന്റെ ഒരു റെലവൻസും കാര്യങ്ങളും അപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക, ഓക്കെ, ഏത് പാറ്റേണിലാണ് ഈ ഒരു BEVAE 181 നിങ്ങൾക്ക് ടേമിന്റെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ, ഓക്കെ, ഏറ്റവും കൂടുതലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിന്റെ ഒരു റിവ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ടോപ്പിക്കിന്റെ ഒരു പ്രോബിലിറ്റിയും പ്രഡിക്ഷൻസും, അതായത് ഇത്രയും കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഇനിയും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ക്വസ്റ്റ്യൻസ് അതേതാണ്, ആ ടോപ്പിക്കുകളുടെ പ്രോബിലിറ്റി അതേപോലെ തന്നെ പ്രഡിക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മോഡൽ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീം. അപ്പൊ ഈ പറയുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ആപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തഡോളജി എന്താണെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ഇയറിലെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ മൾട്ടിപ്പിൾ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമ്മൾക്ക് ഈ ഒരു ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനും അതേപോലെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും നിങ്ങളുടെ മൈൻഡ് ഒക്കെ ഒന്ന് ഫോക്കസ്ഡ് ആക്കി കുറച്ചുകൂടെ കാം ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിനിയും സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഏത് ബ്ലോക്ക് ആണ് അതേപോലെ ഏത് യൂണിറ്റ് ആണ് ആ യൂണിറ്റിലെ പെർട്ടിക്കുലർ ടോപ്പിക്, ദെൻ അത് എത്ര തവണയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്, അതിന്റെ റെലവൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ബ്ലോക്ക് 1 എടുത്താൽ അതിലെ യൂണിറ്റ് 1ലെ ടോപ്പിക് എൻവയോൺമെന്റൽ കോൺസെപ്റ്റുകൾ, ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് അല്ലെ, പല പല ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് നമ്മൾ പഠിച്ചു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ക്ലാസിക് റിപ്പോർട്ട്സ് ആൻഡ് ഗോൾ സബ്മിറ്റ്സ്, ഇതൊക്കെയാണ് ടോപ്പിക്സുകൾ കൊടുത്തിട്ടുള്ളത്. അത് അപ്പിയർ ചെയ്തിട്ടുള്ളതിന്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 25 ടൈംസ് ആണ്. റെലവൻസ് എന്ന് പറയുമ്പോൾ ഹൈ റെലവൻസ് ആണ്. ഓക്കെ, ദെൻ യൂണിറ്റ് 2ലെ ടോപ്പിക്സ് എക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, ഫുഡ് ചെയിൻസ് ആൻഡ് വെബ്സ്, ട്രോപ്പിക് ലെവൽസ്, ബയോജിയോകെമിക്കൽ സൈക്കിൾസ്, ബയോസ്ഫിയർ ലിമിറ്റ്സ്. ഓക്കെ, ഇത്രയും 37 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ ആണ് റെലവൻസ് വരുന്നത്. പിന്നെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ലെ ടോപ്പിക്കുകൾ എൻവയോൺമെന്റൽ കോൺസെപ്റ്റ്സ്, സോറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 3 എടുത്താൽ മേജർ എക്കോസിസ്റ്റം ആൻഡ് ബയോംസ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്സ്, അക്വാറ്റിക് സോൺസ്, ഓർഗാനിസം ഗ്രൂപ്പ്, ഇതൊക്കെ 51 തവണയാണ് വന്നിട്ടുള്ളത്. ഹൈ ആണ്. അടുത്തത് ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സ് എടുക്കുമ്പോൾ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 4 ലാൻഡ്, സോയിൽ ആൻഡ് വാട്ടർ റിസോഴ്സസ്, സോയിൽ ഓഫ് ഇന്ത്യ, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, ട്രഡീഷണൽ വാട്ടർ മാനേജ്മെന്റ്, ഡ്രോട്ട്സ് ആൻഡ് ഫ്ലഡ്സ് 29 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ ആണ് റിലവൻസ്. പിന്നീട് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ടോപ്പിക്കുകൾ
forest resources, ecological and economic roles, deforestation, forest dependence, fires, JFM. 17 times ചോദിച്ചിട്ടുണ്ട്. ഹൈ ആണ് റെലവൻസ് വരുന്നത്. Then block 2 unit 6 topics, biodiversity values and patterns, levels, hotspots, endemism, mega diversity, biogeographic zones, ഇതെല്ലാം 30 times വന്നിട്ടുണ്ട്. ഹൈ ആണ് റെലവൻസ്. Then unit 7 ടോപ്പിക്സുകൾ energy resources, conventional and non-conventional, then coal and oil distribution, carrying capacity 27 times, high relevance. Then unit 8, biodiversity threats and conservation, invasive species, habitat loss, excite to insight to, projects for endangered species 19 times, high and relevance. Then block 3, environmental issues and concerns. അതില് unit 9 topics, environmental pollution, air, water, noise, then BOD, COD, MPN, local case, Bhopal, അതേപോലെ തന്നെ primary, secondary pollutants, ഇതെല്ലാം 30 times വന്നിട്ടുണ്ട്. ഹൈ ആണ് റിലവൻസ്. Then unit 10, waste management, hazardous waste, landfills, incineration, treatment and minimization options, 24 times, high relevance. Unit 11 വരുമ്പോൾ global issues ഏതൊക്കെയാണ്? greenhouse effects, climate change, ozone depletion, acid rain, key conventions, അതെല്ലാം 32 times ആണ്. ഹൈ ആണ് relevance. And coming to block 4, protecting our environment, policies and practices, unit 12 എടുത്താൽ environmental legislation, EPA, WPA, FCA, Air Act, BD Act, അതേപോലെ തന്നെ NGT, CPCB, constitutional provisions, ഇതെല്ലാം 16 times high ആണ്. Unit 13 topics, human communities and environment, population, health, diseases, disasters, floods, earthquakes, tsunamis, Taj trapezium, etc. 29 times, high relevance ആണ്. Then unit 14, environmental ethics and action, views on nature, equity, justice, movements and programs, CHIPCO, NVICE, MEB, activists, 26 times ആണ്. Then high ആണ് relevance വരുന്നത്. ഇനി നമുക്ക് bar chart നമുക്ക് നോക്കാം. Total questions per block ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് എക്സ് ആക്സിസിൽ ഓരോ ബ്ലോക്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റൽ ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ദെൻ ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്, ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, ബ്ലോക്ക് 4 പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അപ്പം അതൊക്കെ താഴെ ബ്ലോക്കുകളുടെ പേരും ദെൻ വൈ ആക്സിസിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആണ്, നാച്ചുറൽ റിസോഴ്സ് ആണ്. പിന്നെ ബ്ലോക്ക് 1, ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് ബ്ലോക്ക് 3. പിന്നെ ലീസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 4 ആണ്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സമ്മറിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് ഹീറ്റ് മാപ്പ് സമ്മറി നോക്കാം. അതായത് ഇവിടെ എക്സ് ആക്സിസിൽ ഓരോ യൂണിറ്റുകളുടെ നമ്പേഴ്സ് ഉണ്ട്, അതേപോലെ വൈ ആക്സിസിലെ ബ്ലോക്കുകളുടെ നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ബ്ലോക്ക് എടുക്കുമ്പോൾ ഇനി ഓരോ ബ്ലോക്കിലും പെർട്ടിക്കുലർ യൂണിറ്റിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം ഇപ്പൊ ബ്ലോക്ക് 1 എടുത്താല് യൂണിറ്റ് 3 ആണ്. ബ്ലോക്ക് 1 എടുത്താല് യൂണിറ്റ് 3 ആണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേപോലെ ഇപ്പം ബ്ലോക്ക് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റുകൾ ഇല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇവിടെ ഇപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കൗണ്ട് അനുസരിച്ച് ഫ്രീക്വൻസി കളർ ഉണ്ട്. അപ്പം യെല്ലോ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള യൂണിറ്റ് ആണ് യെല്ലോ കളർ. പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കുറവ് വന്നതാണ്. പിന്നെ ബ്ലൂ, വയലറ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ് ആണ് ആ കളറിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 1 എടുത്താൽ യൂണിറ്റ് 3 എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ അതേപോലെ ഓരോ ബ്ലോക്കിലെയും റെപ്രസെന്റ് ചെയ്തിട്ട് ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ്, ആ ഒരു കളർ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതാണ്. ഇനി നമുക്ക് ടോപ്പ് 3 ആയിട്ടുള്ള ഹൈ yield ടോപ്പിക്സ്, അതായത് ഏറ്റവും കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഹൈ yield ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണ്. അപ്പൊ നിങ്ങൾ ഇതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ 50 മാർക്കിന് എന്താ പറയാ, ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റിന്റെ താഴെ 4 ഓപ്ഷൻസ് വരും. ആ 4 ഓപ്ഷൻസിൽ നിന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇപ്പോ ടോപ്പ് 3 യൂണിറ്റ്സ് ബൈ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റം, അത് ഏറ്റവും കൂടുതലും ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഒരു എന്താ പറയാ ടോപ്പിക് ആണ്. ആ ഒരു യൂണിറ്റ് ആണ് മേജർ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ. റെഗുലർ ക്വസ്റ്റ്യൻസ് ഓൺ ബയോംസ്, അക്വാറ്റിക് സോൺസ്, അത് ലിറ്ററൽ, നെറിറ്റിക്, പെലാജിക്, ബെന്തിക് സോൺസ്, ഓർഗാനിസം ഗ്രൂപ്പുകളെ കുറിച്ച് പ്ലാങ്ക്ടോൺ, നെക്ടോൺ, ബെന്തോസ്, പെരിഫൈറ്റിൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ഡെസേർട്ട്, അക്വാറ്റിക് അഡാപ്റ്റേഷൻസ്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. ഡയറക്റ്റ് ആയിട്ട് MCQ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോർമാറ്റ് അങ്ങനെയാണ് വരുന്നത്. ദെൻ യൂണിറ്റ് 2 എക്കോസിസ്റ്റം, അതില് ഫുഡ് ചെയിൻസ്, വെബ്സ്, പ്രൈമറി, സെക്കൻഡറി, ടോപ്പ് കൺസ്യൂമേഴ്സ്, ഫുഡ് ചെയിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ പഠിക്കുക.
ദെൻ പ്രൈമറി ലെവൽ, സെക്കൻഡറി ലെവൽ, ടോപ്പ് കൺസ്യൂമേഴ്സ് ഇതും കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ ഡീകമ്പോസേഴ്സ്, എനർജി ഫ്ലോ ആൻഡ് സൈക്കിൾസ്, കാർബൺ സൈക്കിൾ, നൈട്രജൻ, സൾഫർ, വാട്ടർ ഇതൊക്കെ എന്ത് ചെയ്യുക, ഗോ ത്രൂ ചെയ്യുക. ഐഡന്റിഫൈ ദ റോൾ അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ലെവൽ, റിസർവോയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് യൂണിറ്റ് 9 എൻവയോൺമെന്റൽ പൊല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ BOD, COD, MPN, RSPM, particulate size, noise, unit, point versus non point sources ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ കീ ഇൻസിഡൻസ് ലൈക് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പൊ അത്രയുമാണ് എന്താ യൂണിറ്റ് 2, യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 9 ആണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കാറ്റഗറിയിൽ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ബേസ്ഡ് ആയിട്ട് ഹൈൽഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാ നോക്കാം. യൂണിറ്റ് 6 ബയോഡൈവേഴ്സിറ്റി, വാല്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ റിപ്പീറ്റഡ് MCQs ആൻഡ് ഹോട്ട്സ്പോട്ട്സ്, മെഗാ ഡൈവേഴ്സിറ്റി, എൻഡമിസം, ബയോജോഗ്രഫിക് സോൺസ്, വാല്യൂസ്, യൂസ് വാല്യൂ, ഓപ്ഷൻ, ബിഗ് വേസ്റ്റ്, എക്സിസ്റ്റൻസ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ യൂണിറ്റ് 11 ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എടുത്താൽ ക്ലൈമറ്റ് ചേഞ്ച്, ദെൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഓസോൺ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ ആൻഡ് നേച്ചർ കൺവെൻഷൻസ്, പിന്നെ FCC, ക്യോട്ടോ, മോൺട്രിയൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 13ലേക്ക് വരുമ്പോൾ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്, population trends, diseases, genetic versus non-communicable, and disasters, earthquakes, floods, tsunami, touch, trapezium, silent valley ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു നമ്മൾ നേരത്തെ ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലി ഹൈൽഡ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഇനി ഇപ്പം നമ്മൾ ബുള്ളറ്റ് 2 വരുമ്പോഴത്തേക്കും കോണ്ടെക്സ്റ്റുവൽ ഒരു ഇതിലാണ് MCQസിലാണ് ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫാക്ടുകൾ, എക്സാമ്പിൾസ്, ലൊക്കേഷൻസ് ഇങ്ങനെയുള്ള പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനിയും എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കിയാൽ നമുക്കറിയാം എന്താണ് MCQs ആണ്. 4 ഓപ്ഷൻസ് കാണും. 4 ഓപ്ഷൻസിൽ ഒരെണ്ണം ചൂസ് ചെയ്യുക. 50 മാർക്കിന് ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോ ഒരു ക്വസ്റ്റിന്റെ താഴെ 4 ഓപ്ഷൻസ് കാണും. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് വരുന്നത്. ഇനി അതിൽ തന്നെ എല്ലാ MCQസും ഡയറക്റ്റ് ആയിട്ടായിരിക്കത്തില്ല, ഓരോന്നിനും ഓരോ ഫോർമാറ്റിലായിരിക്കും. ചിലതെന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ലൊക്കേഷൻ ഏതാണ്, ഇയർ ഏതാണ്, ടേം ഏതാണ്, അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്തൊരു കാറ്റഗറി നമുക്ക് നോക്കിയാൽ കോൺസെപ്ച്വൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് MCQs ആണ്. അതായത് എന്തിന്റെങ്കിലും ഒരു കോഴ്സ്, എഫക്ട് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ലിങ്കേജും കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ എനർജി ഫ്ലോനെ കുറിച്ച്, സക്സഷനെ കുറിച്ച്, ത്രെഡ്സുകളെ കുറിച്ചിട്ട് അതിന്റെയൊക്കെ കോഴ്സ്, എഫക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് കോൺസെപ്ച്വൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് MCQs എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ടല്ല, ഇപ്പൊ പറയുന്നത് പോലെ 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ചിലത് എന്ന് പറയുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ചിലത് നമ്മൾ കുറച്ചുകൂടെ തിങ്ക് ചെയ്തിട്ട് എഴുതേണ്ടതായിരിക്കും. ഓക്കെ, ഓപ്ഷൻസ് ഷോർട്ട് ആയിരിക്കും, പക്ഷെ നമ്മളുടെ ആ ഒരു നമ്മൾ ആലോചിച്ചിട്ട് വേണം, ചിലതിനൊക്കെ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് വേണം എന്താ പറയാ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി. കാരണം ചിലർക്ക് ചിലപ്പോൾ 4 ഓപ്ഷൻസ് ഒക്കെ ഇപ്പം ഇയർ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. അതേപോലെ ചിലതിന്റെയൊക്കെ കോഴ്സും എഫക്റ്റും ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ഓപ്ഷൻസ് ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് സെയിം ആയിട്ട് ചിലപ്പോൾ തോന്നും. അപ്പം എന്ത് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആലോചിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് അല്ലെങ്കിൽ കോമ്പിനേഷൻ MCQs നമുക്ക് നോക്കാം. അതായത് 2-3 സ്റ്റേറ്റ്മെന്റ്സ് തരും, അതിൽ നിങ്ങളുടെ കോമ്പിനേഷൻ ഏതാണെന്നായിരിക്കും, നിങ്ങളുടെ ലൈക്ക് ഏത് കോമ്പിനേഷൻ ആണ് കറക്റ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും 4 ഓപ്ഷൻസ് തന്നെയാണ്. അഗെയിൻ അതിൽ ഒരു എന്ത് ചെയ്യുക, കോമ്പിനേഷനിൽ ഏത് കോമ്പിനേഷൻ ആണ് കറക്റ്റ് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. 1 മാർക്ക് തന്നെയായിരിക്കും. ഇപ്പം ഇങ്ങനത്തെ ടൈപ്സ് ആയിരിക്കും നമ്മൾ ബേസിക്കലി എക്സാമിന് ചോദിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാം 1 മാർക്കിന്റെ ആയിരിക്കും. ചില ഡെഫിനിഷൻ അല്ലെങ്കിൽ ചില ഫാക്ടുകൾ റീകോൾ ചെയ്യാൻ വേണ്ടി, എക്സാമ്പിൾ ഇയർ, ഏത് ഇയർ ആണ്, ഏത് ലൊക്കേഷൻ ആണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലത് നമ്മൾ കുറച്ചുകൂടെ തിങ്ക് ചെയ്തിട്ട് റിലേഷൻഷിപ്പ്, ദെൻ കോൺസെപ്ച്വൽ ആയിട്ടുള്ള MCQs വരാറുണ്ട്. പിന്നെ മൂന്നാമത്തെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ കോമ്പിനേഷൻ ടൈപ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇപ്പം 4 ഓപ്ഷനിൽ 4 കോമ്പിനേഷൻസ് വരാം, അതിൽ ഏത് കോമ്പിനേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ എന്ന് പറയുമ്പോൾ മിനി കേസ് അല്ലെങ്കിൽ എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തെങ്കിലും ഒരു സിനാരിയോ തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ അങ്ങനെയാണ്, എല്ലാത്തിനും 1 മാർക്ക് തന്നെയാണ്. ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ചിലത് ഡയറക്റ്റ് ആയിരിക്കും, ചിലത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇനി ഇപ്പൊ നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻസിന്റെ കുറച്ചുകൂടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പറയുന്നത്.
അപ്പൊ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫാക്ട് റീകോൾ MCQ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില ടേംസ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ചില ഡെഫിനിഷൻസ്, ചില വൺ സെന്റൻസ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, ചില ഡേറ്റുകള്, ഇയറുകള്, പ്ലേസുകള് റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ കോൺസെപ്റ്റ്, ട്രീറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ലോ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ കുറെ ഇയേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ ചിലതിന്റെയൊക്കെ ഷോർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള ടേംസും ഡെഫിനിഷൻസും ഡേറ്റ്സും പ്ലേസും ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും. ആൻഡ് വിത്ത് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. പിന്നെ വരുന്നത് കോൺസെപ്റ്റുവൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് MCQs ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പം ഫുഡ് ചെയിൻ, ഓക്കെ, ഫുഡ് ചെയിനിലുള്ള എനർജി ഫ്ലോകള്, അത് ചിലപ്പം പല പല ഓപ്ഷൻസിൽ പല എനർജി ഫ്ലോ തന്നിട്ട് ആ ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ടുള്ള ഏതാണ് ചൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതിൽ ന്യൂട്രിയൻ സൈക്കിൾ, എക്കോളജിക്കൽ സെക്സേഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. കുറച്ചുകൂടി നിങ്ങളുടെ കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള നോളജിനെ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആണ്. ഏതെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ എന്താ പറയാ ക്വസ്റ്റ്യൻസിൽ കൊടുക്കും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനോട് റിലേറ്റ് ആവുന്ന കോമ്പിനേഷൻസ് ഏതാണ് താഴെ കുറച്ച് കോമ്പിനേഷൻസ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കും. അപ്പൊ അതിൽ ഏതാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പൊ അവിടെ നിങ്ങൾ കുറച്ചുകൂടെ തിങ്ക് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് മിനി കേസ് അല്ലെങ്കിൽ എക്സാമ്പിൾ ബേസ്ഡ് MCQs ആയിരിക്കും. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഷോർട്ട് റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് സിറ്റുവേഷൻ തന്നിട്ട് അതിന്റെ എക്സാമ്പിൾ ഏതാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പം അതാണ് മിനി കേസ് അല്ലെങ്കിൽ എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള MCQs എന്ന് പറയുന്നത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ ബ്ലോക്ക് ആണ്. ഓരോ ബ്ലോക്കിൽ നിന്നും ആവറേജ് മാർക്ക്, നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ആവറേജ് മാർക്ക് എന്താന്ന് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ, എൻവയോൺമെന്റ് ആൻഡ് എക്കോസിസ്റ്റം, ആവറേജ് മാർക്സ് പെർ പേപ്പർ നോക്കിയാൽ ബ്ലോക്ക് 1 ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിലെ ഈ യൂണിറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ളത് 14.1 ആവറേജ് മാർക്ക് പെർ പേപ്പർ ആണ് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ ഷെയർ നമുക്ക് നോക്കിയാൽ 50 മാർക്ക് പേപ്പറിൽ 28% ആണ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി 15.3 ആണ് ആവറേജ് മാർക്ക് പെർ പേപ്പർ. ടോട്ടൽ ഷെയർ ഇൻ 50 മാർക്ക് പേപ്പർ എന്ന് പറയുമ്പോൾ 31% ആണ്. പിന്നെ ബ്ലോക്ക് 3 പൊല്യൂഷൻ വേസ്റ്റ് ഇൻ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ആവറേജ് മാർക്സ് പെർ പേപ്പർ 11.8 ആണ്. ടോട്ടൽ പെർസെന്റേജ് ഷെയർ ഇൻ 50 മാർക്ക് പേപ്പർ 24% ആണ്. ബ്ലോക്ക് 4 ലെജിസ്ലേഷൻ, കമ്മ്യൂണിറ്റീസ്, ഡിസാസ്റ്റേഴ്സ് ആൻഡ് എത്തിക്സ്, ആവറേജ് മാർക്സ് പെർ പേപ്പർ എന്ന് പറയുന്നത് 8.9 ആണ്. ടോട്ടൽ ഷെയർ വരുന്നത് 18% ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ PGയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനിയും ട്രെൻഡ് വിഷ്വലൈസേഷൻ നോക്കിയാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ന കോൺസെപ്റ്റുകളിലായിരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിന്റെയൊക്കെ വെയിറ്റേജും കാര്യങ്ങളും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഫ്രം 2022 ജാനുവരി തൊട്ട് 2025 വരെ നോക്കുമ്പോൾ കുറച്ച് നമുക്കൊരു കുറച്ചിലും അതുപോലെ ചിലത് കൂടിയതായിട്ടും ചിലത് കുറഞ്ഞതായിട്ടും നമുക്ക് കാണാം. ഫ്രം 2024 തൊട്ട് 2025 വരെ നോക്കുമ്പോൾ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഫാക്ട് MCQസിന്റെ ഒരു ചോദിച്ചിരിക്കുന്നതിന്റെ ആ ഒരു മാർക്കും കാര്യങ്ങളും ഒക്കെ ഡിക്ലൈൻ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ കോൺസെപ്റ്റുവൽ MCQs അതിന്റെ മാർക്സും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ടൈപ്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കൂടിയിട്ടുണ്ട്. അതേപോലെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് MCQs സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഫ്രം 2022 അത് സ്റ്റേബിൾ ആണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് കേസ് എക്സാമ്പിൾ ബേസ്ഡ് MCQs ആണെന്നുണ്ടെങ്കിലും അതിലും ഒരു എന്താ പറയാ ഇൻക്ലിനേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാല് നമുക്ക് എന്താ പറയുക വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഫാക്ട് റീകോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഗ്രാജുവലി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മോർ ദാൻ ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു ടോപ്പിക്കിൽ നിന്നും ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ വൈ ആൻഡ് ഹൗ ബിഹൈൻഡ് ടോപ്പിക്സ്, ഓക്കെ,
അപ്പൊ അങ്ങനെ അതായത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ടോപ്പിക്കിനെ കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ചില ആൻസേഴ്സ് ഒക്കെ എഴുതാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ലോലി സ്ട്രിങ്ക് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് സ്റ്റഡി റൈസിംഗ് കോൺസെപ്റ്റുവൽ ആൻഡ് അപ്ലൈഡ് ഐറ്റംസ് അല്ലെ. അപ്പൊ അതായത് നമുക്ക് റിയൽ ലൈഫ് സിനാരിയോസും അതേപോലെ അല്ലെങ്കിൽ മിനി കേസസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റഡി റൈസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഐറ്റംസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടും ഒരു ഡിഫിക്കൽറ്റി ലെവൽ ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. ബിക്കോസ് വളരെ ഫൈൻ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും ഇവിടെ കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇനി നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അനാലിസിസ് ബൈ ബ്ലോഗ്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ടോപ്പ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് എക്സ്ക്രീറ്റ്സ് വെരി കോൺസെൻട്രേറ്റഡ് യൂറിൻ? ഓക്കെ, അത് ഏത് ആനിമൽ ആണ് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? അപ്പിയർ ചെയ്തിട്ടുള്ള കൗണ്ട് 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫ്ലോയിങ് കൻ കോസ് സ്കിൻ ക്യാൻസർ ആൻഡ് കാറ്ററാക്ട് ഇൻ ഹ്യൂമൻസ്? മനുഷ്യന്മാരില് സ്കിൻ ക്യാൻസറും അതുപോലെ കാറ്ററാക്ട് തിമിരവും കോസ് ചെയ്യുന്നത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതെന്നാണ്. അപ്പിയറൻസ് കൗണ്ട് 2 ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അച്ചീവ്ഡ് ബൈ അഡീഷൻ ഓഫ് മാനുവർ? നമ്മൾ ഈ വളം ആഡ് ചെയ്യുന്നത് വഴി അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പിയറൻസ് കൗണ്ട് 2 ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ എൻവൈ സെന്റർ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എൻവൈ സെന്റർ അല്ലാത്തത്? ഫിഫ്ത് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഹ്യൂമൻ മോഡിഫൈഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്? അടുത്തത്, ദ ആവറേജ് സലൈനിറ്റി ഓഫ് സീ വാട്ടർ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സീ വാട്ടറിന്റെ ആവറേജ് ആയിട്ട് വരുന്ന സലൈനിറ്റി? ദെൻ സെവൻത് വൺ, സ്ലഡ്ജ് ഗ്യാസ് ലാർജ്ലി കൺസിസ്റ്റ് ഓഫ്? സ്ലഡ്ജ് ഗ്യാസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് വരും. ഓപ്ഷൻസിൽ എന്ത് ചെയ്യുക, പിക്ക് ചെയ്തെല്ലാം. then അപ്പിയറൻസ് കൗണ്ട് 2 ആണ്. then എയ്ത്ത് വൺ, the provision for environmental protection in your constitution was made in the year? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടുള്ള ഇയർ ഏതാണെന്നാണ്. then അതും അപ്പിയറൻസ് കൗണ്ട് 2 ആണ്. സോ ദീസ് ആർ ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഈ പറഞ്ഞ എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിൽ നിന്നാണ്. ദെൻ ഇത് ഓരോ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ആവറേജ് മാർക്ക് 50 മാർക്ക് പേപ്പറിൽ ആവറേജ് മാർക്ക് എത്രയാണെന്ന് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ആനിമൽ വിത്ത് വെരി കോൺസെൻട്രേറ്റഡ് യൂറിൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. ആവറേജ് മാർക്ക് 0.33. ഏജന്റ് കോസിംഗ് സ്കിൻ ക്യാൻസർ ആൻഡ് കാറ്ററാക്ട്, ബ്ലോക്ക് 3 യൂണിറ്റ് 11 ആണ്. 0.33 ആണ്. ദ എഫക്ട് നോട്ട് അച്ചീവ്ഡ് ബൈ മാനുവർ, ബ്ലോക്ക് 2 യൂണിറ്റ് 4, ആവറേജ് മാർക്ക് 0.33 ആണ്. Then not an envy center, block 4 unit 40, average mark 0.33 ആണ്. Human modified environment, block 1 unit 1, average mark വരുന്നത് 0.33. Average salinity of sea water, block 1 and 2 unit 3 and 4, average mark 0.33 ആണ്. Then sludge gas composition, block 3 unit 10, average mark 0.33. Year of constitutional provision for environmental protection, block 4 unit 12, 0.33. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ഒരു വിഷ്വലൈസേഷൻ കൊടുത്തിരിക്കുകയാണ്. പൈ ചാർട്ട് ഓഫ് റിപ്പീറ്റ് ഷെയർ ആണ്. ഇപ്പൊ നമ്മൾ ഫെബ്രുവരി 2021 തൊട്ട് ഡിസംബർ 2024 6 പേപ്പേഴ്സ് എടുക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഷെയർ എത്രത്തോളമാണ് ഇത്രയും ഇയേഴ്സിൽ? എട്ട് പേപ്പേഴ്സ് നമ്മൾ 6 പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ അത്ര എടുക്കുമ്പോൾ 5.3% ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ളതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാല് 94.7% ആണ്. ഓക്കെ, സോ അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ഈ പറഞ്ഞ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിക്കണം, അതിന്റെ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ആണ്. ഈ 8 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, അതിലെ കറക്റ്റ് ഓപ്ഷൻസ് അണ്ടർ 30 സെക്കൻഡ്സ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാ. പിന്നെ ഓരോ ടോപ്പിക്സ് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും ഒരു 4 to 5 കീ പോയിന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ UVB, ഓസോ ഡിപ്ലീഷൻ, ആക്ട്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ്, സ്ലഡ്ജ് ആൻഡ് ബയോഗ്യാസ് കോമ്പോസിഷൻ. അപ്പൊ ഇതിന് ഇപ്പൊ ഏത് തരത്തിൽ ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ റീഫ്രേസ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ ചെയ്താൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു 4 to 5 കീ പോയിന്റ്സ് ഉണ്ടാക്കിയിട്ട് എഗെയിൻ അത് എന്ത് ചെയ്യുക, നിങ്ങൾ 2 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ ക്ലസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ വേസ്റ്റ് അല്ലെങ്കിൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിനെ ഒന്നിച്ച് നിങ്ങൾ പുട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ടുഗദർ ഒന്നിച്ച് നിങ്ങൾ ആക്കുക. അപ്പം
അങ്ങനെ കുറച്ചുകൂടെ ക്ലസ്റ്റർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് മൈക്രോ 10 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ഒരു 8 to 10 മിനിറ്റ്സിലൊക്കെ എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കാം. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കിന്റെ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ടേബിൾ ആണ്, പ്രഡിക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് SDGs, പ്രോബിലിറ്റി 100 ആൻഡ് കാറ്റഗറി ഹൈ. ദ നാച്ചുറൽ വേഴ്സസ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ്, അത് പ്രോബിലിറ്റി 75 ആണ്, കാറ്റഗറി ഹൈ ആണ്. Then Unit 2, food chains and trophic levels, grazing, detritus, primary and secondary consumers, probability 75, category high ആണ്. Unit 3 വരുമ്പം aquatic ecosystem, zones and organism groups, littoral, neritic, neston, nekton, plankton, benthos, ഇതൊക്കെ probability 88 ആണ്, category high ആണ്. Then Unit 4, Block 2, soil types of India and soil erosion control, 63 ആണ്, probability category medium. Then traditional water management system related ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 38% ആണ് വരാനുള്ള പ്രോബിലിറ്റി, കാറ്റഗറി ലോ ആണ്. യൂണിറ്റ് 6 ബയോഡൈവേഴ്സിറ്റി ലെവൽസ് ഇൻ ഹോട്ട്സ്പോട്ട്സ് 100 ആണ്, പ്രോബിലിറ്റി ആൻഡ് ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 7 എനർജി റിസോഴ്സസ് ആൻഡ് പ്രൊജക്ട്സ്, അത് 75% ആണ് വരാനുള്ള ചാൻസ്, ഹൈ ആണ് കാറ്റഗറി. യൂണിറ്റ് 9 and 10 പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടും അതേപോലെ പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സുകളെ കുറിച്ചിട്ടും ചോദിക്കുന്നത് 100% ചാൻസ് ഉണ്ട്, ഹൈ ആണ് കാറ്റഗറി. Then Block 3, Unit 10, hazardous solid waste treatment and disposal, incineration, sanitary landfill, underground lagooning, recycling, 63% and medium ആണ് നമ്മുടെ കാറ്റഗറി വരുന്നത്. Then Unit 11, global issues, climate change, greenhouse gases, ozone layer, CFCs and key conventions. Okay, അതായത് UNFCCC, Kyoto, Montreal, Basel, Summits ഒക്കെ 100% ആണ്, ഹൈ ആണ് കാറ്റഗറി. Then Unit 12, Environmental Acts and Institutions, Environmental Protection Act, Water Protection Act, Air Act, then Biodiversity Act, അങ്ങനെ നാഷണൽ ട്രൈബ്യൂണൽ ആക്ട്, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കാനുള്ള ചാൻസ് 100% ആണ്, ഹൈ ആണ് കാറ്റഗറി. Then Unit 13, Population Growth, Diseases, Genetic versus Non-Genetic, Disasters, സുനാമി, താജ് ട്രപ്പീസിയം, സൈലന്റ് വാലി, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ഇതൊക്കെ 50% ആണ് വരാനുള്ള ചാൻസ്, മീഡിയം ആണ് കാറ്റഗറി. Then Unit 14, Environmental Ethics and Equity, അതിൽ ഓരോരോ കോൺസെപ്റ്റുകൾ, ബയോസെൻട്രിസം, എക്കോഫെമിനിസം, ആന്ത്രോപോസെൻട്രിസം, സ്റ്റുവർഷിപ്പ്, അതേപോലെ പല പല ഇക്വിറ്റികളെ കുറിച്ച്, അത് 75% ആണ് ചോദിക്കാൻ ചാൻസ്, ഹൈ ആണ് കാറ്റഗറി. അപ്പൊ ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഹൈ മീഡിയം ടോപ്പിക്സുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളൊക്കെ 8 പേപ്പേഴ്സിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 1 ആൻഡ് ക്വസ്റ്റ്യൻ 3 ആയിട്ടാണ്. അതുപോലെ നാച്ചുറൽ വേഴ്സസ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിലും ഔട്ട് ഓഫ് 8 പേപ്പർ 6 പേപ്പേഴ്സിലും അറ്റ്ലീസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് MCQ ആയിട്ട്. ഫുഡ് ചെയിൻസ് ആൻഡ് ട്രോപ്പിക് ലെവൽസ് ആണെന്നുണ്ടെങ്കിലും അബൌട്ട് 6 പേപ്പേഴ്സിലാണ് വന്നിട്ടുള്ളത്. അക്വാറ്റിക് ഇക്കോസിസ്റ്റം ആൻഡ് ഓർഗാനിസം ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും 7 of 8 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. സോയിൽ ടൈപ്സ് ആൻഡ് എറോഷണൽ കൺട്രോൾ 5 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ബ്ലാക്ക്, റെഡ്, ലൈറ്ററേറ്റ്, ഡെസേർട്ട് സോയിലിനെ കുറിച്ചിട്ടും അതേപോലെ ബഡ്ഡിങ്, അതുപോലെ എന്താണ് ഈ സോയിൽ എറോഷൻ കൺട്രോൾ മെത്തേഡ്സുകളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം, ബാംബൂ ഡ്രിപ്പ് ഇറിഗേഷൻ, കുൽ, ജൊഹാഡ, അതിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, 3 പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. സോ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ലോ ബാൻഡ് ആണ്, ബട്ട് സ്റ്റിൽ വർത്ത് എ ക്വിക്ക് റിവ്യൂ. ദെൻ 7th one, ബയോഡൈവേഴ്സിറ്റി ലെവൽസ് ഇൻ ഹോട്ട്സ്പോട്ട്സ്, ഓരോ പേപ്പറിലും അറ്റ്ലീസ്റ്റ് 1 MCQs കാണാറുണ്ട്, ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചിട്ടും എൻഡമിസത്തിനെ കുറിച്ചിട്ടും മെഗാ ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടും അറ്റ്ലീസ്റ്റ് 1 MCQ എങ്കിലും വരാറുണ്ട്. സോ ദിസ് സിറ്റ്സ് അറ്റ് 8/8 ആണ്, 100% ആണ്. ആൻഡ് എനർജി റിസോഴ്സസ് ആൻഡ് പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. നോൺ കൺവെൻഷണൽ സോഴ്സ്, അതുപോലെ കൺവെൻഷണൽ, വേവ് ആൻഡ് ടൈഡൽ സൈറ്റ്സ്, കോൾ, ഓയിൽ, ബയോമസ് ആൻഡ് എനർജി ഷെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എടുത്താൽ BOD, COD, DEO, MPN, TADS, RSPM സ്റ്റാൻഡേർഡ്സ്, നോയിസ് DB, അതൊക്കെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എല്ലാ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് 8 പേപ്പർ 5 പേപ്പേഴ്സിലെങ്കിലും എന്ത് ചോദിച്ചിട്ടുണ്ട്, വേസ്റ്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടും ഡിസ്പോസലിനെ കുറിച്ചിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ഗ്ലോബൽ ഇഷ്യൂസ് ആൻഡ് കൺവെൻഷൻസ് ആണെന്നുണ്ടെങ്കിൽ 8 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ആക്ട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ എവറി പേപ്പറിൽ എന്ത് ചെയ്യുന്നുണ്ട്,
ഒക്വർ ചെയ്തിട്ടുള്ളതാണ്. പല പല ആക്ടുകളെ കുറിച്ചിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടും. ദെൻ പോപ്പുലേഷൻ ഹെൽത്ത് ആൻഡ് ഡിസാസ്റ്റേഴ്സ് അബൌട്ട് 4 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഓരോരോ പോപ്പുലേഷൻ മൈൽ സ്റ്റോൺസ്, ജനറ്റിക് ഡിസീസസ് വേഴ്സസ് നോൺ ജനറ്റിക് ഹെൽത്ത് ഡെഫിനിഷൻസ്, ഡിസാസ്റ്റേഴ്സുകളെ കുറിച്ചിട്ടൊക്കെ. പിന്നെ എത്തിക്സ്, ഇക്വിറ്റി ആൻഡ് അഡ്വൈസ് ആണെന്നുണ്ടെങ്കിലും 6 പേപ്പേഴ്സിൽ ഓഫ് നിയർ ദ എൻഡ് ഓഫ് ദ പേപ്പറിലാണ് അപ്പിയർ ചെയ്യാറ്. സോ നമുക്ക് ഇത്രയും ടോപ്പിക്സുകളെ ഹൈ ആൻഡ് മീഡിയം കാറ്റഗറിയിലേക്ക് നമ്മൾ ഒന്ന് പുട്ട് ഡൗൺ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഹൈ പ്രയോറിറ്റിയിൽ SDGs and sustainable developmentum അതിന്റെ ഗോളും, then food chains, trophic levels and ecosystem processes, aquatic ecosystems and organism groups, biodiversity levels, hotspots, Indian mega diversity, energy resources and major projects, pollution indicators and global environmental issues, environmental laws, institutions and ethics and equity, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹൈ പ്രോബിലിറ്റി ക്ലസ്റ്ററിൽ ഇൻക്ലൂഡ് ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ ടോപ്പിക്സുകളിലും എന്ത് ചെയ്യുക, ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റാപ്പിഡ് ആയിട്ടുള്ള ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. അതേപോലെ ടീച്ച് ബാക്ക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ പഠിക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ലിസ്റ്റുകൾ, അല്ലെങ്കിൽ സെൽഫ് സൈക്കിൾ, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആന്ത്രോപോസെൻട്രിസം ആൻഡ് ബയോസെൻട്രിസം, അത് നിങ്ങൾ ഒരു ഇമാജിനറി ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഇമാജിനറി ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ഓർമ്മയിൽ നിൽക്കും. ഇനി മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ സോയിൽ ടൈപ്സ് ആൻഡ് ഇറോഷൻ കൺട്രോൾ മെഷേഴ്സ്, ഹസാർഡസ് ആൻഡ് സോയിൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, പോപ്പുലേഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് ഡിസാസ്റ്റർ ക്ലസ്റ്റേഴ്സ്. അപ്പോ ഇതിന്റെ സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്കും MCQ സെറ്റ്സ്, ടാർഗറ്റഡ് ആയിട്ടുള്ള MCQ സെറ്റ്സും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഒരു വിത്തിൻ ഇത്ര ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാം ലെവൽ സ്പീഡ് അക്വയർ ചെയ്യുന്ന തരത്തിൽ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഓരോ ടോപ്പിക്സുകളും കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതുപോലെ ഓരോ ടോപ്പിക്കുകൾക്ക് ഒരു 5 to 7 ബുള്ളറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 to 7 ബുള്ളറ്റ് പോയിന്റ്സ് ആ പറയുന്ന ടോപ്പിക്കുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ദെൻ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ലെസ് ദാൻ 40% വരുന്നത് വെരി സ്പെസിഫിക് ട്രഡീഷണൽ വാട്ടർ മാനേജ്മെന്റ് നെയിംസ്, അതേപോലെ നാരോ കേസ് ഡീറ്റെയിൽസ് ദാറ്റ് ഹാവ് അപ്പിയർഡ് ഓൺലി വൺസ് ഓർ ട്വൈസ്. സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും നിങ്ങൾ അത് വായിച്ച് നോക്കണം. കാരണം ചിലപ്പോ ലോ ആണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ അത് 1-2 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും ആ ഒരു ടോപ്പിക് നിങ്ങൾ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പോകാൻ വേണ്ടി നോക്കുക. ആദ്യം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ടൈം ഹൈ ആൻഡ് മീഡിയം ടോപ്പിക്സിൽ സ്പെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ലോ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടോപ്പിക്സുകൾ ഗോ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾ സെലക്ടഡ് ആയിട്ടുള്ള MCQസും കാര്യങ്ങളൊക്കെ 2 തവണ എന്ത് ചെയ്യുക, അണ്ടർ എക്സാം ടൈം നിങ്ങൾ അണ്ടർ ടൈമിൽ തന്നെ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ താഴെ കൊടുത്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളുടെ ഒരു പ്രോബിലിറ്റിയാണ്. ഇപ്പം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 100% ആണ്. സോയിൽ ആൻഡ് ഇറോഷൻ കൺട്രോൾ 60% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ട്രഡീഷണൽ വാട്ടർ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ 40% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന്റെ ഒരു പ്രോബിലിറ്റി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആണ് ഏറ്റവും കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോയിൽ ഇറോഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് പ്രോബിലിറ്റി ആണ്. ട്രഡീഷണൽ വാട്ടർ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ ലോവർ പ്രോബിലിറ്റി. അപ്പൊ അതനുസരിച്ച് ആ ടോപ്പിക്സുകൾ കവർ ചെയ്യാൻ വേണ്ടി നോക്കാം. സോ നമ്മളുടെ ഈ ഒരു ഇഗ്നോ ഫോക്കസ് 5.0 ഈ ഒരു വീഡിയോ സീരീസ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഇവിടെ എൻഡ് ആവുന്നില്ല. നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ 2025 എക്സാമിലേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ ഉണ്ടെന്ന്. അപ്പൊ അത് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനും അതേപോലെ ആൻസേഴ്സും കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് അതും കൂടെ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഗോ ത്രൂ ചെയ്യണം. അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.